ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത് കള്ള്, കഞ്ചാവ്, മയക്കുമരുന്ന് ഒന്നും അല്ലെന്നാണ് ഒരു ഡോക്ടർ പറയുന്നത്. അപ്പൊ എന്തായിരിക്കും, ഒന്ന് കേട്ടു നോക്കിയേ. നോർമലി ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് ഇന്ന അസുഖത്തിന് പാരസെറ്റാമോൾ പറ്റുമെങ്കിൽ അതിന് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പാരസെറ്റാമോൾ ചുമ്മാതെ ഒരു സാധനമല്ല. പാരസെറ്റാമോൾ നമ്മൾ കഴിക്കുമ്പോൾ അത് മെറ്റബോളൈസ് ചെയ്യുന്ന, അതായത് അത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന നമ്മുടെ ലിവറിൽ വെച്ചിട്ട് ആ വേസ്റ്റ് പ്രോഡക്റ്റ് മെറ്റബോളൈസ് ചെയ്ത് അത് വെളിയിലേക്ക് കളയേണ്ട, അതായത് ആ വേസ്റ്റിനെ പുറത്ത് കളയേണ്ട ജോലി എന്ന് പറഞ്ഞാൽ ലിവറിനും കിഡ്നിക്കൂടെയാണ്. അപ്പോൾ നിങ്ങൾ വെറുതെ കുറേ പാരസെറ്റാമോൾ, ചുമ്മാ എല്ലാ അസുഖത്തിനും പാരസെറ്റാമോൾ കഴിക്കുകയാണ്. എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വേസ്റ്റ് മെറ്റീരിയൽ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുകയും അതുവഴി ലിവർ ഫെയിലിയറും കിഡ്നി ഫെയിലിയറും ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. സോ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പാരസെറ്റാമോൾ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഒരു നല്ല മരുന്നാണ്, അതിന് വിലക്കുറവാണ്. പക്ഷേ നമ്മൾ ജുഡീഷ്യസ് അല്ലാതെ, അതായത് ഒരു ആവശ്യമില്ലാതെ ഈ 1 രൂപയുടെ പാരസെറ്റാമോൾ കഴിച്ചുണ്ടാകുന്ന അസുഖം ട്രീറ്റ് ചെയ്യാൻ നിങ്ങൾ 50 ലക്ഷം രൂപ ചിലവാക്കേണ്ടിയും വരും. ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ വിലപ്പെട്ട സമയവും സന്തോഷവും ഒക്കെ പാഴാക്കേണ്ടി വരും. എന്ത് പെയിൻ വരുമ്പോഴും പാരസെറ്റാമോൾ കഴിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം.